അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീണ്ടും കളവുമായിട്ട് നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന മൗലവി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം സാബി എന്ന ഒരു യൂട്യൂബർ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനം ഖുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്ത് ഓതി അർത്ഥം പറയുന്നത് ഇദ്ദേഹത്തിന് സഹിക്കണില്ല. ഇദ്ദേഹം അത് ദുർവ്യാഖ്യാനമാണെന്നാണ് പറയുന്നത്. നമുക്ക് കേൾക്കാം. നബിദിനം ആഘോഷിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് പോലും. കേട്ടു നോക്കൂ. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ഈ മുസ്ലിയാരോട് തന്നെ കഴിഞ്ഞ വർഷം ചോദിച്ച കാര്യങ്ങളാണ്, പക്ഷേ ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഖുർആൻ അത് തോന്നിയ അർത്ഥം പറഞ്ഞാൽ, തോന്നിയ വ്യാഖ്യാനം നൽകിയാൽ അതിൻ്റെ അപകടം എത്ര വലുതാണ്. ഇപ്പം ഈ ആയത്ത് ഇയാൾ ഓതുമ്പോൾ ഇതിലെന്താണ് തോന്നിയ വ്യാഖ്യാനമുള്ളത്? ഇത് വളരെ കൃത്യമല്ലേ? അള്ളാഹു നൽകിയ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം. റഹ്മത്ത് എന്നതിൻ്റെ വിവക്ഷയിൽ മുഫസ്സിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു. അപ്പോൾ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതാണ്. അപ്പോൾ ഈ ആയത്തിൽ ഒരു ദുർവ്യാഖ്യാനവുമില്ല. ആയത്ത് വളരെ കൃത്യമാണ്, അർത്ഥവും വളരെ കൃത്യമാണ്. രോഗം നിങ്ങൾക്കാണ്, മന്ത് മറ്റേ കാലിലാണെന്ന് പറഞ്ഞതുപോലെ രോഗം നിങ്ങൾക്കാണ്. നിങ്ങളുടെ രോഗം എന്താണ് എന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം. 4 കാര്യങ്ങൾ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ചോദ്യം, ഈ ആയത്ത് ആദ്യമായി ഇറങ്ങിയത് ആർക്കാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്, സംശയമില്ലല്ലോ. അപ്പോൾ ഈ ആയത്തിൽ നബിദിനം ആഘോഷിക്കാനുള്ള കൽപ്പനയാണുള്ളതെങ്കിൽ അത് ആദ്യമായി നടപ്പിലാക്കേണ്ടത് നമ്മുടെ ജീവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്തു കാണിച്ചു തന്നോ? ഇല്ല. അപ്പൊ ഈ കൽപ്പന പ്രാവർത്തികമാക്കാതെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വഫാത്തായി പോയത് എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. വലിയ ഒരു വിഡ്ഢിത്തമാണ് ഇയാൾ വളരെ കോൺഫിഡൻസോടുകൂടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനെ പ്രാവർത്തികമാക്കാതെയാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന് പറയേണ്ടി വരും. എപ്പോൾ? നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട്. എന്നാൽ മൗലവിയോട് തിരിച്ചൊരു ചോദ്യം, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് കൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത്? അത് നിങ്ങൾ പറയും. അത് പറഞ്ഞാൽ നമുക്ക് അടുത്തത് പറയാനുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ ആയത്തിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? വിശുദ്ധമായ ഖുർആനിലുള്ള ആയത്ത് വെറുതെ ആകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഈ ആയത്തിനെ പ്രാവർത്തികമാക്കുന്നത്? അതും നിങ്ങൾ പറയൂ. അപ്പോൾ നമുക്ക് അടുത്തത് പറയാനുണ്ട്. ഇനി ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനിനെ എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്, അള്ളാഹു ദീനിനെ എങ്ങനെയാണ് പൂർത്തിയാക്കി തന്നത് എന്നതിനെക്കുറിച്ച് ബാലപാഠം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ഇയാൾ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിനെ വളരെ കൃത്യമായി അതിൻ്റെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഇമാമുമാർ പറഞ്ഞതൊക്കെ വിശദീകരിച്ച ഒരു വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഞാനതിൻ്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം തഫ്സീറു റാസി ഇവിടെ മുമ്പിലുണ്ട്, അതുകൊണ്ട് വായിക്കുകയാണ്. തഫ്സീറു റാസിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നുണ്ട്, ബി അന്നൽ മുറാദ ബി ഇക്മാലി ദീനി അന്നഹു തആല ബയ്യന ഹുക്മ ജമീഇൽ വഖാഇഇ ബഅദഹാ ബിന്നസ്സി. ചിലതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നു. വ ബഅദഹാ ബി അൻ ബയ്യന ത്വരീഖ മഅരിഫത്തിൽ ഹുക്മി ഫീഹാ അലാ സബീലിൽ ഖിയാസ്. ഖിയാസിന്റെ മാർഗത്തിലൂടെ, മറ്റൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, ഇസ്തിംബാത്തിലൂടെ, ഗവേഷണങ്ങളിലൂടെ കണ്ടെത്താവുന്ന അടിസ്ഥാന നിയമങ്ങൾ. ഇനി വരാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി പറയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കണ്ടെത്താൻ പറ്റുന്ന അടിസ്ഥാന നിയമങ്ങളെയാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. അങ്ങനെയാണ് ദീനിനെ അള്ളാഹു പൂർത്തിയാക്കിയത് എന്ന് ഇമാമുമാർ നിരവധി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇപ്പോൾ വായിച്ചത് തഫ്സീറു റാസിയിലുണ്ട്. റാസിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെപ്പോലെ ഇബ്നു കസീറിലുണ്ട്, മൊയ്തീൻ ഷെയ്ഖിന്റെ കിതാബിലുണ്ട്. എൻ്റെ മൊയ്തീൻ ഷെയ്ഖ് നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയല്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു കിതാബിലും പറഞ്ഞൊരു കിതാബിലും ഇല്ലാതെ ഇപ്പോൾ വഷളായി ജനങ്ങളുടെ മുമ്പിൽ ഇളിമ്പ്യരാകുന്ന സാഹചര്യം ഉണ്ടായി അല്ലേ? ഇത് തഫ്സീറു റാസിയിലുണ്ട്. ഇനി ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് സമാനമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ ആ വിഷയം വിശദീകരിച്ചു പറയുന്നില്ല. ഈ സാധുവിന് എന്തായിട്ടില്ല, അത് മനസ്സിലായിട്ടില്ല. ഇനി എന്താണ് ഈ ആയത്തിന്റെ വിവക്ഷ? എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക.
അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നോ അനുഗ്രഹങ്ങളെ കൊണ്ടൊക്കെ സന്തോഷിക്കാം എന്ന വ്യാപകാർത്ഥമാണ്, വിശാലമായ അർത്ഥമാണ് ഈ ആയത്തിനുള്ളത്. ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിത്തരാൻ പറഞ്ഞു. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ലാഹു സമ്മാനി ലക യാ റസൂലല്ലാഹ്, നബിയെ അള്ളാഹു അങ്ങയോട് എൻ്റെ പേര് പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഉബയ്യ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, സന്തോഷം കൊണ്ട് കരഞ്ഞു. പിന്നീട് ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായോ? അപ്പോൾ ഈ ആയത്താ ഓതി കൊടുത്തത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, കാരണം അത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അള്ളാഹു പറഞ്ഞു എന്നത് ഉബയ്യ് തങ്ങളെ കുറിച്ച് വലിയ അനുഗ്രഹമാണ്. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് സന്തോഷിച്ചു. ആ സന്തോഷത്തിന് ഈ വിശാലമായ അർത്ഥം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആയത്തിന്റെ വിശാലമായ അർത്ഥമാണത്. എന്തൊക്കെ റഹ്മത്തുണ്ടോ ആ റഹ്മത്തിലൊക്കെ സന്തോഷിക്കാം. ഉദാഹരണത്തിന് ഒരാൾ ഒരുപാട് കാലം ആഗ്രഹിച്ച് അയാൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു വിസ ശരിയായി, അയാൾക്കതിൽ വലിയ സന്തോഷമായി, അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് എന്ന നിലക്ക് അയാൾ എന്ത് ചെയ്തു, വീട്ടിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്തു. വിസ ശരിയായാലും ഭക്ഷണം കൊടുക്കണമെന്ന് റസൂല കൽപ്പിച്ചിട്ടില്ല. അതിനെന്തെങ്ങൾക്ക് തെളിവ്? ഈ ആയത്തിൽ എവിടെ വിസ ശരിയായാലും കൊടുക്കാന്ന് പറഞ്ഞത് എന്നാണോ അതിനെക്കുറിച്ച് പറയേണ്ടത്? ഒരു ആയത്തിൽ വ്യാപകമായ അർത്ഥമാണെങ്കിൽ ഒരു ആയത്തിന്റെ ഉമൂമിൽ നിന്ന് മറ്റൊന്നിനെ ഒഴിവാക്കാത്തിടത്തോളം കാലം അതിന്റെ തഹ്തിൽ വരുന്ന, അതിന്റെ കീഴിൽ വരുന്ന എല്ലാതും അതിൽ പെടും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്നാണ് ആയത്തിന്റെ വിവക്ഷ. റഹ്മത്ത് നബി തങ്ങളാണ് എന്ന് ഇമാമുമാർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്ന വിശാലമായ അർത്ഥത്തിൽ നിന്ന് നബിദിനം ആഘോഷിച്ച് സന്തോഷിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വിശദീകരിക്കണം എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഈ ആയത്തിന്റെ വ്യാപകാർത്ഥത്തിൽ നിന്ന്, ഈ ആയത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കരുത് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആ ഉസൂല് വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത് എന്നും നബിതങ്ങൾ അതിനെങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ സ്വതക്ക ചെയ്യണം എന്നുണ്ട് അല്ലേ? നമ്മൾ എന്തൊക്കെ സ്വതക്കകൾ ചെയ്യുന്നുണ്ട്? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ പുതിയ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള, മദ്രസയിലേക്കുള്ള പാഠ്യ ഉപകരണങ്ങൾ, പഠനോപകരണങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ സംഘടന, SKSSF പോലെയുള്ള സംഘടനകളൊക്കെ നൽകും. അപ്പോൾ വഹാബികൾ വന്നിട്ട് അത് പാടില്ല, അങ്ങനെ സ്കൂൾ തുറക്കുന്ന സമയത്ത്, മദ്രസ തുറക്കുന്ന സമയത്ത് അങ്ങനെ ഒരാൾക്ക് പിന്നെ സംഭാവന കൊടുക്കാൻ പറ്റും, സ്വതക്ക കൊടുക്കാൻ പറ്റും എന്ന് ഖുർആനിലില്ല എന്നാണോ ഇനി പറയേണ്ടത്? സ്വതക്ക കൊടുക്കുക എന്ന വ്യാപകമായ കൽപ്പനയിൽ പെടും അത്. പിന്നെ അവിടെ എന്ത് നോക്കണം? പരിശുദ്ധ ഇസ്ലാമിന്റെ ശറഇന്റെ ഉസൂലിനോട് യോജിക്കണം, ഉസൂലിനെതിരാകാൻ പാടില്ല. അപ്പോഴാണ് പ്രശ്നമുള്ളത് മൗലവി. അത് നിങ്ങൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അറിയാതെ പറയുന്നുണ്ട് അല്ലെ? അത് എൻ്റെ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ നിങ്ങൾക്ക് എതിരാണ് നിങ്ങൾ കൊണ്ടുവരുന്ന ഇബാറത്ത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ പരിശുദ്ധ ദീനിന്റെ ഉസൂലിനോട് യോജിക്കുന്നത് ചെയ്യാം, യോജിക്കാത്തത് ചെയ്യാൻ പാടില്ല. അതന്നെയാണ് ബിദ്അത്തുൻ ഹസനത്ത്. അത് നിങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് ഉമൂമിനെ ഫായിദ ഒപ്പിക്കുന്ന ആയത്താണ്. ആ ഉമൂമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് സന്തോഷിക്കരുത് എന്നതിനെ മാറ്റി നിർത്താത്തിടത്തോളം കാലം ആ ആയത്തിന്റെ തഹ്തിൽ അതും ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? ഇനി അടുത്തത്, പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത ഇനി രണ്ടാമതായി നിങ്ങൾ ചിന്തിക്കുക, ഓരോ നന്മയും നടപ്പിലാക്കാൻ നമ്മളെക്കാൾ മത്സരം കാണിക്കുന്ന സ്വഹാബത്ത്, ഇങ്ങനൊരു ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ട് അവരുടെ ജീവനായ, അവരവരുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ, നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് ഖുർആനിലുണ്ടായിട്ട് ഏതെങ്കിലും സഹാബിമാര് ചെയ്തോ? ചെയ്തില്ല. താബിഉകൾ ചെയ്തോ? അവരും ചെയ്തില്ല. താബിഉകളാണ്. ഇതും നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെയും മറുപടിയിലുള്ളത്. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് പരിശുദ്ധ ദീനിന്റെ ഉസൂലുകളോട് യോജിച്ചതാണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന വ്യാപകാർത്ഥത്തിൽ ഇതൊക്കെ ഉൾപ്പെടും. നേരത്തെ പറഞ്ഞതു തന്നെയാണ് ഇതിനുള്ള മറുപടിയും പറയാനുള്ളത്. സ്വഹാബത്ത് ആ കാര്യം പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിലും ആ ആയത്തിന്റെ ഉമൂമിൽ അത് ഉൾപ്പെടും. അതുകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പറയേണ്ടത്, എങ്ങനെയാണ് 4 ഖലീഫമാർ ഈ ആയത്തുകൊണ്ട് പ്രാവർത്തികമാക്കിയത്? അത് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത വിഷയം മറ്റൊന്ന് പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്.
എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവർ എങ്ങനെയാണ് ഈ ആയത്തിനെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത്? ഖുർആനിൽ ആയത്ത് വെറുതെ ആകാൻ പറ്റൂലല്ലോ അല്ലേ? അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കി തന്നത് എന്ന് നിങ്ങൾ വിശദീകരിക്കൂ, അപ്പോൾ ബാക്കി പറയാം. ഇനി മറ്റൊരു കാര്യം അതിലേക്ക് ചേർത്ത് പറയാനുള്ളത്, സഹാബത്ത് ചെയ്തിക്കണമെന്ന് ചോദിച്ചാൽ സഹാബത്ത് ചെയ്താണ് കഴിഞ്ഞാൽ ബാക്കി ഇവർ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് ഖുതുബയുടെ ഭാഷ മലയാളത്തിലാക്കിയത്? ഏത് സ്വഹാബി ചെയ്തിട്ടാണ്? ഏത് താബിഈങ്ങൾ ചെയ്തിട്ടാണ്? മുസ്തഫ കമാൽ അത്താതുർക്കിന്റെ പാരമ്പര്യം പേറിയിട്ടല്ലേ നിങ്ങളത് ചെയ്യണത്? അപ്പോൾ നിങ്ങൾക്ക് റസൂലുള്ളാഹിയും വേണ്ട, സ്വഹാബത്തും വേണ്ട, താബിഈങ്ങളും വേണ്ട, ഇമാമുമാരും വേണ്ട, ആരും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഈ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയതൊരു മാനദണ്ഡം ഉണ്ടാക്കുമ്പോൾ ആ മാനദണ്ഡം എല്ലായിടത്തേക്കും വെക്കേണ്ടതാണ്. അത് നിങ്ങൾക്കില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതൊന്നുമില്ല. ഇപ്പോൾ സ്വഹാബത്ത് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ജുമുഅയിലെ 2-ാം വാങ്ക് എന്തേ നിങ്ങൾ നിർവഹിക്കാത്തത്? എന്തേ അവിടെ നിങ്ങൾക്ക് സ്വഹാബാക്കളെ പറ്റൂലേ? ഏതായാലും ഇനി അടുത്ത ചോദ്യം ഇദ്ദേഹം ചോദിക്കട്ടെ. ആലോചിക്കണേ, ചിന്തിക്കണേ. ഇനി അതൊക്കെ പോകട്ടെ, പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്ത് എടുത്തിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇയാൾക്ക് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, അടുത്ത ചോദ്യം. ഏതെങ്കിലും ഒരു പ്രാമാണികരായ മുഫസ്സിർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതായിട്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്നാണ്. വളരെ വ്യക്തമല്ലേ? ഇൻഷാ അല്ലാഹ് SKSSFന്റെ ഇസ്തിഖാമയുടെ സംസ്ഥാന നേതാവ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിമാനമായ ഉസ്താദ് MT അബൂബക്കർ ദാരിമി ഈ അടുത്ത് നടന്ന ഒരു മുഖാമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യമുണ്ടായി. ആ ചോദ്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വളരെ കൃത്യമായി ആ വിശദീകരണം കിതാബ് ഉദ്ധരിച്ചുകൊണ്ട്, കിതാബ് ഉയർത്തി കാണിച്ചുകൊണ്ട് മറുപടി പറയുന്നത് നമുക്ക് കേൾക്കാം. അവരതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇല്ല. ഇനി സ്ട്രൈറ്റ് ആയിട്ട് പറയാം, ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറയുന്നതിന് മുമ്പായിട്ടൊരു വിശദീകരണം. ഈ മുഫസ്സിർ എന്ന് പറയുമ്പോൾ തഫ്സീർ ഗ്രന്ഥം രചിച്ചയാൾ എന്നല്ല. മുഫസ്സിർ എന്ന് പറഞ്ഞാൽ വെറും തഫ്സീർ ഗ്രന്ഥം രചിച്ചപ്പോൾ ബുഖാരി ഇമാം ഒരു മുഫസ്സിറാണ്. ബുഖാരി ഇമാമിന് തഫ്സീർ ഗ്രന്ഥം ആയിക്കൊള്ളുന്നില്ല. ബുഖാരി ഇമാമ് ഒരു ഹദീസിനെ അല്ലെങ്കിൽ ബുഖാരി ഇമാമിന്റെ ഹദീസിന്റെ കിതാബിൽ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചാൽ അതും തഫ്സീർ തന്നെയാണ്. മുഫസ്സിർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൽമു തഫ്സീറിൽ കിതാബ് ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല. ഇപ്പൊ ഷാഫി ഇമാമ് കിതാബുൽ ഉമ്മ് ഫിഖ്ഹിലാണ് രചിച്ചിട്ടുള്ളത്. അവിടെ ഷാഫി ഇമാമ് എന്താ പറയുന്നത് ഫതയമ്മമു സഈദൻ ത്വയ്യിബാ എന്ന ഒരു ആയത്ത് വെച്ചിട്ട് തയമ്മും ചെയ്യുന്ന മണ്ണ് ഇന്ന രൂപത്തിലൊക്കെ ആവണം എന്നതിനെ തഫ്സീർ ചെയ്താൽ അതും തഫ്സീർ തന്നെയാണ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ തഫ്സീറിന്റെ തഫ്സീർ എന്ന കാറ്റഗറിയിൽ നമ്മൾ ലൈബ്രറി ചെന്ന തഫ്സീർ കണ്ടൊരു കോളം കാണും. ആ കോളത്തിൽ വെച്ച കിതാബിലുള്ളത് മാത്രമേ തഫ്സീർ ആകുള്ളൂ, അയാൾ മാത്രമേ മുഫസ്സിർ ആകുള്ളൂ എന്നൊരു നിയമം ഇസ്ലാമില് ഇല്ല. അത് നമ്മൾ ആ ഒരു ആമുഖം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഇമാമ് അതിന് തഫ്സീർ ചെയ്ത് പറഞ്ഞാൽ അത് തഫ്സീർ എന്ന കാറ്റഗറിയിലുള്ള തഫ്സീറുൽ റാസി, തഫ്സീറുൽ ഖുർത്തുബി, തഫ്സീർ ഇബ്നു കസീർ ഇതിലു തന്നെ പറയണം എന്നൊരു വാശി ഇസ്ലാമിലില്ല. അങ്ങനെ വാശി എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു. സ്ട്രൈറ്റ് ആയിട്ടുള്ള മറുപടിയാണ്. ഈ കിതാബ് കൻസുർ റാഗിബീൻ അൽ ഉഫാ ഫി റംസി ഇലൽ മൗലിദിൽ മുഹമ്മദി വൽ വഫാ എന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരെ ശിഷ്യൻ الإمام العلامة المحدث أبو إسحاق إبراهيم بن محمد بن محمود الشافعي الدمشقي الشهير بالناجي ബഹുമാനപ്പെട്ട ഇബ്രാഹിം നാജി അദ്ദേഹം വഫാത്താകുന്നത് ഹിജറ 900-ലാണ്. ഹിജറ 800-ന്റെയും 900-ന്റെയും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ 9-ാം നൂറ്റാണ്ടുകാരനാണ്. നമ്മള് 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ കിടക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ കിടക്കുന്നത്. 9-ാം നൂറ്റാണ്ടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഈ കൻസുർ റാഗിബീൻ അൽ ഉഫാ എന്ന കിതാബിന്റെ 36-ാമത്തെ പേജിൽ പറയുന്നു, ഫഖ്ദുറു ഖദ്റ നബിയിക്കുൽ മുസ്തഫൽ മുഖ്താർ അല്ലദീ ലൗലാഹു മാ ഖലഖല്ലാഹു അബാകും ആദമ വലൽ ജന്നത വലൻ നാർ വതബറകൂ ബിവിലാദതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബർക്കത്ത് എടുക്കുവിൻ. വഫ്റഹു ബിഹാ,
ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ. ഫമാ വല്ലത്തറഹു വലാ തവാലൽ ഫറഹു. ഒരു പ്രയാസവും പിന്തിരിഞ്ഞിട്ടില്ല, ഒരു സന്തോഷവും കടന്നു വന്നിട്ടില്ല. ഇല്ലാ ബിത്വൽഅതിഹി സഈദ, അവിടുത്തെ ആ മഹത്തായ ഉദയം കൊണ്ടല്ലാതെ, വലാ സുത്തും ഇല്ലാ ബിസിയാദതിഹി, അവിടുത്തെ നേതൃത്വം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് മികവുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? വസ്മഉ ഖൗല റബ്ബികും തബാറക വതആല ഫീമാ ഉൻസില അലൈഹി ഫീ കിതാബിഹി ഇൻ കുൻതും തസ്മഊൻ. നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ആയത്ത് കേട്ട് മനസ്സിലാക്കുവിൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ കൊണ്ട് സന്തോഷിക്കുക അഥവാ നബിയുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുക എന്നതിന് തെളിവായിട്ട് കേൾക്കുവിൻ. അല്ലാഹ് പറഞ്ഞത് കേട്ടോളൂ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു എന്ന സൂറത്ത് യൂനുസിന്റെ 58 അൽഹംദുലില്ലാ. എത്ര വിശാലമായ, വളരെ കൃത്യവും വ്യക്തവും ക്രിസ്റ്റൽ ക്ലിയറുമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഈ വിഷയത്തിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മുഫസ്സിറിനെ കിട്ടിയല്ലോ. ഇനി പിന്നെ ഇദ്ദേഹത്തിന് നാലാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി മലയാളത്തിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ മറുപടികൾ തന്നെയാണ് അതിനും പറയാനുള്ളത്. ഈ ആയത്തിൻ്റെ വ്യാപകമായ അർത്ഥമാണ് മലയാളത്തിലൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള തട്ടിപ്പുമായിട്ട് ദയവ് ചെയ്ത് ഇനി നിങ്ങളെ കണ്ടുപോകരുത്. തട്ടിപ്പിനൊക്കെ ഒരു പരിധിയില്ലേ? ഈ ആളുകൾ ഇടയ്ക്കൊക്കെ സത്യം പറഞ്ഞ് ശീലിക്കണം. എപ്പോഴും കളവ് പറഞ്ഞാൽ അതിനോട് അഡിക്ഷൻ വന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.